നമസ്തേ. ഒരാൾ ഒരു രോഗത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഒരു രോഗത്തിന് ശരിയായിട്ടുള്ള ചികിത്സ കിട്ടാതെ അയാൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചികിത്സിച്ച് നടക്കുമ്പോഴത്തേക്ക് ഒരു കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം സ്വമേധയാ താനൊരു രോഗിയാണ് എന്നുള്ളൊരു ബോധം അയാളിൽ തനിയെ ഉദിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരാൾ ഞാൻ രോഗിയാണ് എന്ന് തോന്നുന്നൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അയാളെ ആ രോഗത്തിൽ നിന്ന് മാറ്റിയെടുക്കുക വളരെ പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയിൽ ടെൻഷൻ, അനാവശ്യമായ ഉൾഭയം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മളിവിടെ ധാര കൊടുക്കാറുണ്ട്. അത് തൈലധാരയാണ് നമ്മളിവിടെ കൊടുക്കാറുള്ളത്. അത് അവരുടെ തലയിലെ നാഡീഞരമ്പുകളെ ഉണർത്താനും നല്ല പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കാനും അതുപോലെ അനാവശ്യമുള്ള ടെൻഷൻ, ഉൾഭയം അതൊക്കെ മാറി അവരിലൊരു നല്ല ഉന്മേഷം പ്രദാനം ചെയ്യാനൊക്കെ വളരെയേറെ സഹായിക്കും ഈ ധാര ചികിത്സ. അതിനുശേഷം തല നല്ലപോലെ തടവി കഴിയുമ്പോഴത്തേക്ക് അവരിലൊരു പ്രത്യേക എനർജി ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. ധാര നമുക്ക് ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നതാണ്. അത് എല്ലാ ആളുകൾക്കും വളരെ ഗുണകരം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സ്ട്രോക്ക് വന്ന ആളുകളായിരുന്നോട്ടെ, അല്ലെങ്കിൽ ഒരു IT ഫീൽഡ് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മാനസിക സ്ട്രെസ്സ് വേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു രീതിയാണ് ധാര എന്നുള്ളത്. അത് എല്ലാ ആളുകൾക്കും വളരെ ഗുണകരം തന്നെയാണത്.